കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ബിജുക്കുട്ടൻ ചേട്ടാ ആൻഡ് അംബികാമ്മ. നമസ്കാരം. നമസ്കാരം. എന്നാ പിന്നെ ആദ്യത്തെ സ്കിറ്റ് വിളിക്കാലോ. അതുലുണ്ട്, അക്ഷയുണ്ട്, കൂടെ സംഗീതം ഉണ്ട്, ഒരു ഉഗ്ര കൈഡി. എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നേ? എന്റെ അമ്മ കല്യാണം കഴിച്ച്. അതുകൊണ്ടല്ലേ നീ ഉണ്ടായത്? അതല്ലെന്ന്, എന്റെ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ച് ഏതോ ഒരാളെ കൊണ്ട് വീട്ടിലോട്ട് വരുവാണെന്ന്. അയ്യോ, എന്നെ വിളിച്ചില്ലെന്ന്. അത് ശരി, ഒരു സദ്യ മിസ്സായാലാണോ നീ നിന്ന് കരയുന്നേ? അതല്ലടോ പോകാൻ നിന്റെ അമ്മയുടെ രണ്ടാമത്തെ കെട്ടിയോൻ. അമ്മ ഈ ചെക്കനെ എവിടുന്ന് കണ്ടുപിടിച്ചടി? അയ്യോ, അത് ഫേസ്ബുക്കിൽ നിന്ന് ലോഗിൻ ചെയ്തെടുത്താന്ന്. കാലന്റെ പാസ്ബുക്കിൽ ജോയിൻ ചെയ്യേണ്ട സമയത്ത് പുള്ളിക്കാരിയുടെ ഒരു ഫേസ്ബുക്ക്. ചിത്തേട്ടാ, ഞാനേ നമ്മുടെ കാര്യം ഒന്ന് പറഞ്ഞ് സെറ്റാക്കാന്നും പറഞ്ഞിരുന്നതായിരുന്നു. എന്നിട്ട് ഞാൻ അറിഞ്ഞു പുള്ളിക്കാരി കല്യാണം കഴിച്ച് ഒരുത്തരം കൊണ്ട് ഇവിടെ വരുമെന്ന്. ലക്ഷ്മി കൊച്ചേ, എന്തുവാടി അവിടെ ഒരു ഒച്ചയും ബഹളോ? ജിത്തുവേട്ടാ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാവേ. ദേ സുമനത്തള്ളേ, നിങ്ങൾ മിണ്ടാണ്ടിരുന്നോ? ഞാനിവിടെ തെണ്ണമായിട്ട് ഇവിടെ കിടക്കുക. ഈ എണ്ണയായിട്ടിരിക്കാണ് അടുക്കളയിൽ ചെന്ന് 2 മീനങ്ങ് വറക്കടി. കാലം വന്ന് വിളിച്ചപ്പോ കക്കൂസി പോയ ഒളിച്ചിരുന്നിട്ട് ഇവിടെ ആരും ഇല്ലേ എന്ന് പറഞ്ഞ കാലനെ പറ്റിച്ച സ്ത്രീയാ. മിണ്ടാണ്ടിരുന്നോ ഇവിടെ? ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. മോളെ, ഓ ദേ വരുന്ന എന്റെ അമ്മ മഹാറാണി. മോളെ, ഈശ്വര, ഞാൻ തെക്കിനിയിലേക്കാണോ വന്ന് കേറിയത്? അല്ല, എന്റെ മോള് തന്നെ. കാലുകുത്തിയ കമ്പനി ഞാൻ അറിയാം നിങ്ങളാ. ആ കമ്പെടുത്തെറിയരുത്. എന്താ? ഇരുട്ടായ എനിക്ക് കുത്തി പിടിക്കാനുള്ള വടിയത്. നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ വള്ളേ? ഉണ്ടായിരുന്നല്ലോ, പക്ഷെ റൂട്ട് കനാൽ ചെയ്തപ്പോ അതങ്ങ് ശരിയായി. എന്ത്? പല്ലില് പുളിപ്പുണ്ടെന്നല്ലേ? എന്തോ ചെയ്യാനാ? എന്റെ പൊന്നു മോളെ, ഒരു നവവധു ഒരു നിലവിളയായിട്ട് വരുന്ന സമയത്ത് നിലവിളക്കായിട്ട് വന്ന് കേറുമ്പോ ഇങ്ങനെയാ പെരുമാറുക. ദേ, ഇവിടെ ഒരു വധം നടക്കണ്ടെങ്കിൽ മര്യാദക്ക് വേഗം പോയി ഒളിമുറി വാങ്ങിക്കോ. അയ്യോ, ഞങ്ങൾക്ക് എന്തിനാ വേറൊരു ഒഴിഞ്ഞ മുറി? ഈ വീട്ടിൽ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ മുറിയിൽ ഞങ്ങൾ അങ്ങ് ചുരുണ്ടി കൂടോളാം. അയ്യടാ, ഒഴിഞ്ഞ മുറി എന്നല്ല പറഞ്ഞത്, പോയി ഡിവോഴ്സ് വാങ്ങിട്ട് വരാനല്ലോ. എന്റെ പൊന്നു മോളെ, ഇങ്ങനൊന്നും പറയരുതിട്ടോ അച്ഛന്മാരെ പറ്റിയിട്ട്. നിങ്ങൾക്ക് എവിടുന്ന ഇത് കിട്ടിയത്? എന്റെ സ്രാവേട്ടനെ ഉണ്ടല്ലോ, അത് കടലിൽ കിടക്കുമല്ലേ? അത് സ്രാവ് എന്റെ സ്രാവണേട്ടനുണ്ടല്ലോ, എനിക്ക് ഫേസ്ബുക്കിൽ പച്ച കത്തി നിന്നപ്പോ കിട്ടിയതാ. അല്ലേലും ഇങ്ങനത്തെ ബന്ധങ്ങള് പച്ചയെ തുടങ്ങി നീലയിലാണ് അവസാനിക്കുന്നത്. അച്ഛനെ പറ്റി എങ്ങനത്തെ വർത്താനൊക്കെ പറയുന്നത്? അച്ഛനാ? പിന്നെ ഏട്ടാ, ആരേത്? ഓ, രണ്ടാം കെട്ടിയവന്റെ മോനായിരിക്കും. അല്ല, പിന്നെ ഇതാ നിന്റെ പുതിയ അച്ഛൻ. വിടേട്ടാ, സത്യം പറ, നിങ്ങളത് ഏത് അംഗനവാടിന്ന് പിടിച്ചോണ്ട് വന്നതാ? അയ്യോ, എന്റെ ഏട്ട കോളേജ് കഴിഞ്ഞതാ. ഇങ്ങനെ നിക്കുന്ന നോക്കണ്ട. ഈ പാൽക്കുപ്പിയാ? ഏതാ ഈ നടരാജ് പെൻസില്? എന്റെ പൊന്നു മോളെ, അങ്ങനെയൊന്നും വിളിക്കല്ലേ. എന്റെ അച്ഛനല്ലേ, മാത്രല്ല പുള്ളിക്കാര് പോക്ക. അല്ല, ഇപ്പത്തെ ചെറിയ ചെക്കന്മാരെന്തോ പറയില്ലേ? അയ്യോ, അത് പൂക്കി. ആ, പെട്ടെന്ന് ദേഷ്യം വരും എന്റെ ചേട്ടനെ, പെട്ടെന്ന് ദേഷ്യം വരും. അത് എന്തുകൊണ്ടെന്നറിയോ? കേറി നിരങ്ങുന്നോണ്ടേ. അല്ല, കേറിക്ക് തരുന്നോണ്ടേ. നിങ്ങൾ കെട്ടിക്കൊണ്ട് വന്നപ്പോ ഇതിനെ നിങ്ങളുടെ വീട്ടിലോടങ്ങ് പിടിച്ചോണ്ട് പോയിക്കൂടായിരുന്നോ? അയ്യോ, വീട്ടിലേക്ക് ഞങ്ങള് പോയതാ. അവിടുന്ന് എന്റെ അമ്മായിയും എന്റെ തലയിലേക്ക് എറിഞ്ഞ എന്താ ഗിഫ്റ്റ് ആയത്. ഞാനതങ്ങ് വാങ്ങിച്ചു. മാത്രമല്ല, ഞാൻ ചെന്ന് കയറിയതും എന്റെ അമ്മായിമ്മയും ഞാനും ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ചതാ. ഞാൻ കാലങ്ങെടുത്ത് വെച്ചതും അമ്മായിമ്മ പറയാ, ചെത്തി ഞാൻ അടുപ്പിൽ വെക്കൂന്ന്. എന്തിനാ നമ്മള് കഞ്ഞിക്കറി ഉണ്ടാക്കാൻ അവർക്ക് വിറക് കൊടുക്കുന്നേ? നിങ്ങൾക്ക് എന്നെ കുറിച്ച് എങ്ങനെ ചിന്തിച്ചൂടായിരുന്നോ? ഞാൻ ഇവിടെ പെരനിറഞ്ഞ് നിൽക്കുമല്ലായിരുന്നോ? പെര നിറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അടുക്കള വാതിലങ്ങ് തുറന്നിട്ടടി ഒളിച്ചു പോട്ടെ നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒരു ആലോചന പോലും ഇല്ല കേട്ടോ. എന്റെ പൊന്നു മോളെ, നീ ചിന്തിക്കണം, എനിക്ക് വേണ്ടി ഒരു ചെക്കന്റെ തുണ. നിങ്ങൾക്ക് എത്ര വട്ടം ഞാൻ ചിക്കന്റെ തൊട വറുത്തുവന്നേ തള്ളേ? ചിക്കന്റെ തൊടയല്ല മോയന്തേ, ചെക്കന്റെ തുണ. ഈശ്വരാ, ഞാനിനി എങ്ങനെ റേഷൻ കടയിൽ പോയി അരി വാങ്ങിക്കോ? റേഷൻ കാർഡിൽ നിന്ന് നിന്റെ പേര് ഞാൻ വെട്ടിയിട്ടില്ല. എന്റെ ഒരു വർത്തമാനം പറയല്ലേ, ഞാൻ വല്ലതൊക്കെ വിളിച്ചു പറയും. ഞാനിനി എങ്ങനെ ഒരു കല്യാണത്തിന് പോവും, ഒരു പെരവാസത്തിലേക്ക് പോവും? ഈ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ എങ്ങനെ മുഖം നോക്കൂ? ഇങ്ങനെ നോക്കിയ എന്താ? അല്ല, നിങ്ങൾക്കൊരു കാര്യം
കാര്യം അറിയാമോ? എന്റെ ചിത്തുവെട്ടിന്റെ പ്രണയം നിങ്ങളോട് തുറന്നു പറഞ്ഞ് ഞങ്ങളുടെ കല്യാണം ഉറപ്പിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു വെച്ചിരിക്കുവായിരുന്നു. എന്താ നിനക്ക് വേറൊരു പ്രണയോ? അസംഭവ്യം. ഈ വീട്ടിൽ ഈ തറവാടിന് ഒരു അന്തസ്സും നില വിലയൊക്കെ ഉണ്ട്. അങ്ങനെ തോന്നിയവരൊന്ന് വിളിച്ച് ഈ തറവാടിലേക്ക് കയറാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ നിങ്ങളുടെ ഈ ഭർത്താവ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനുണ്ടല്ലോ, പാർലേജി ബിസ്ക്കറ്റിന് കൂടെ ഫ്രീ കിട്ടിയതായിരിക്കും. ഭർത്താവ് എന്നൊന്നും പറയില്ല കേട്ടോ. ഞങ്ങൾ ഇപ്പോഴും ലിവിങ് ടുഗദറാ. ഒരു 5 കൊല്ലെങ്കിലും ഞങ്ങൾ പ്രേമിക്കും. എന്റെ പൊന്നു മോള്, നീ ഇങ്ങനെ നിന്ന് സങ്കടപ്പെടല്ലേ. നീ ഒരു കാര്യം ചെയ്യേ, സ്റ്റെപ്പ് ഫാദറിനോട് സംസാരിക്കേ. ചേട്ടാ എന്താ സ്റ്റെപ്പ് ഡോട്ടർ ആട്ടി. നന്നായി. ഞാൻ പോയിട്ട് സ്റ്റെപ്പ് ഫാദറിനുണ്ടല്ലോ പാലും പഴം എടുത്തിട്ട് വരാം. പാലും പഴം കുടിക്കാൻ ഞാൻ തത്തയോ? അയ്യോ, ഈ കോമഡി എനിക്ക് ഏറ്റവും ഇഷ്ടം. കള്ളനാ. ലാലല സ്റ്റെപ്പ് ഫാദറിനോട് സംസാരിക്കേ. ലാല ലാല ലാലല. കൊല്ല് കൊല്ല് അതിനെ കൊല്ല് അതിനെ കൊല്ല് അതിനെ കൊല്ല് അതിനെ കൊല്ലുന്നുണ്ടടാ. എടാ, ഇവിടെ വന്നെടാ. ഞാൻ എന്തേച്ചി നീ എവിടുന്നാ വരുന്നത്? ഞാൻ കൊച്ചിയിലെ വയറ്റിലെന്നാ വരുന്നത്. അയ്യോ, ഞങ്ങളും കൊച്ചിലെ വയറ്റിന്ന് തന്നെയാ വരുന്നത്. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഡാഡ്, മാം ആൻഡ് സിസ്. ഡാഡ് സ്റ്റേറ്റ്സില്, മാമ ബാങ്കില്. എന്റെ ചേച്ചിയുണ്ട്. ഫ്ലൈറ്റാ, ഫുൾ നേരം എയർലാ. ഞങ്ങൾ റിച്ച് ഫാമിലിയാ ഞങ്ങള്. ഇത്രയൊക്കെ പൈസ ഉണ്ടായിട്ടും നീ എന്തിനാടാ ഈ കാണിക്ക വഞ്ചി കുത്തി തുറക്കാനായിട്ട് വന്നത്? എന്റെ പൊന്ന് ചേച്ചി ക്ഷമിക്കണം. പുള്ളിക്കാരി ഫേസ്ബുക്കിൽ പ്രൊഫൈല് മാറ്റിയിട്ട് എന്നോട് ചാറ്റ് ചെയ്താ. ആ മറ്റേ രജിസ്റ്റർ ഓഫീസില്ലേ, അവിടെ പോയ സമയത്ത് ഞാൻ വിചാരിച്ച പെണ്ണിന്റെ അമ്മയായിരിക്കും. പിന്നെയല്ലേ മനസ്സിലായത് അപ്പോയതാ എന്റെ പെണ്ണ് എന്ന്. നിങ്ങൾക്ക് അപ്പോഴേ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിക്കൂടായിരുന്നോ? എങ്ങനെ ഒഴിഞ്ഞു മാറും? പുള്ളിക്കാരി പ്രഷറിന്റെ ഗുളികയും പിടിച്ച് ഒറ്റക്കാരി നിൽക്കുക. എന്നെ കെട്ട് എന്നെ കെട്ട് എന്നെ കെട്ട് എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യും? ചേട്ടാ ഓ ദാ വന്ന്. മോളെ മോളെ അപ്പുറത്തെ വീട്ടിലെ സുമതി ചേച്ചി വിളിക്കണം. അങ്ങോട്ട് ചെല്ലേ. ഞാനും വരാം. മനസ്സിലാവുന്നുണ്ടെനിക്ക്. ഞാനും വരാം. ചേട്ടൻ പോവില്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. എന്തിനാ നമ്മളിടയിൽ ഒരു കട്ടുറുമ്പാവുന്നേ അവള്. ചേട്ടാ ഇതങ്ങ് കുടിച്ച്. ഇതിനെന്താ ഒരു കഷായത്തിന് ചോയാ? അയ്യോ, പാലെനിക്ക് കുടിക്കാൻ പറ്റൂല. പിന്നെ എന്റെ ശീലങ്ങളൊക്കെ ചേട്ടാ ശീലിച്ചോട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഏട്ടാ എന്താ ഏട്ടാ ഇവിടെ വന്നിരിക്കുക. ഇങ്ങോട്ട് വാ. അല്ല ആരെ പപ്പടം പൊടിച്ചു? അയ്യോ ഏട്ടാ, പപ്പടം പൊട്ടിച്ചല്ല. ഞാൻ ഇരുന്നപ്പോ എന്റെ മുട്ടിന്റെ ചിരട്ടൻ ഇങ്ങോട്ട് തെറ്റിയതാ. ഏട്ടാ എന്താ സദ്യ എങ്ങനെ ഉണ്ടായിനേട്ടാ? ഓ സദ്യ അടിപൊളിയായി. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കണം വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് മാത്രം കറുത്ത ശർക്കര വരട്ടിയും നിങ്ങളെ വാഴയിലിൽ വെളുത്ത ശർക്കര വരട്ടിയും അതെന്താ? അത് ശർക്കര വരട്ടിയല്ല, പായസം കുടിക്കാൻ വേണ്ടി ഞാൻ എന്റെ സെറ്റ് പല്ല് ഊരി വെച്ചതാ. എന്നിട്ട് പായസം കുച്ചായിരുന്നോ? കുറച്ച് കുടിച്ചു. ഷുഗർ 180 അപ്പൊ അച്ചാറോ? അയ്യോ പ്രഷർ 200. അപ്പൊ കൂട്ടുകറി? അയ്യോ അവരാരും വന്നില്ല. അവരെല്ലാരും വൃദ്ധസത്യത്തിലല്ലേ ആര്? കൂട്ടുകാരികൾ. അയ്യോ കൂട്ടുകാരിയുടെ കാര്യമല്ല ചോദിച്ച, കൂട്ടുകറി. അയ്യോ കൊളസ്ട്രോൾ ഉച്ചയിൽ നിൽക്കുക. ആണ്ട ഏട്ടാ എന്താ? ഏട്ടന് ഒന്ന് തെക്കോട്ട് തിരിഞ്ഞു നിന്നേ. ഇതങ്ങോട്ട് വാങ്ങിയേ. അത് ശരി, നിങ്ങൾ അവിടുന്ന് പൊതിച്ചോറും കൊണ്ടുവന്നോ? പൊളിച്ചോറല്ലേട്ടാ. പിന്നെന്താ? പിന്നെ എന്തായിരിക്കും? ആ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന സ്വർണ്ണായിരിക്കും. അല്ല അല്ല അല്ല. എന്നാ പിന്നെ നിങ്ങളുടെ അച്ഛന്റെ അല്ല നിങ്ങളുടെ അച്ഛന്റെ സ്വത്ത് വകയായിരിക്കും. അല്ല അല്ല അല്ല. പിന്നെന്താ ഇത്? എന്റെ കഷായം, എന്റെ അരിഷ്ടം, എന്റെ ഗുളികകളും ഇനി ചേട്ടൻ വേണം എന്ന് വൈകുന്നേരത്ത് എനിക്ക് എടുത്തു തരാൻ വേണ്ടി. ഈശ്വരാ, ഞാനൊരു അങ്ങാടി കഷായ മരുന്നിലാണല്ലോ ഞാൻ പോയി തല വെച്ചത്. ഏട്ടാ അങ്ങനെ പറയരുത്. കത്തി തീരാറായ പൂത്തിരിയിലും കാണില്ലേ ഒരു വെടിക്കുള്ള മരുന്ന്. ഏട്ടാ ഓ കറുത്ത ടൂടെക്സ് ഇട്ടിട്ടേ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അതിന്റെ ടൂട്ടസ് അല്ല, പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കല്യാണത്തിന് വരുമ്പെങ്കിലും ഈ മുടി ഒന്ന് കറുപ്പിച്ചൂടെ? അയ്യോ കറുപ്പിക്കാൻ വേണ്ടി ഞാൻ ബുട്ടിട്ടിട്ട് പറഞ്ഞിട്ട് പോയതേട്ടാ. എന്നിട്ട് ആടെത്തിയപ്പോ ആ കൊച്ചിനോട് പറയാണേ, ഇന്നാ നാളെ ഡൈ ആവാൻ നിങ്ങൾക്ക് എന്തിനാ ഡൈ എന്ന്. മാത്രല്ല ഒരുങ്ങിയൊന്ന് ഇറങ്ങി കഴിഞ്ഞാ മനീഷ കൊയ്രാളിയാന്ന് എല്ലാരും പറയണേ. എന്നാ മനീഷ കൊയ്രാളാന്നല്ല, പിന്നെ മനുഷ്യക്കോലല്ലാന്നായിരിക്കും.
കൊച്ചേ അല്ലല്ല ചേച്ചി എന്താ 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 എന്താ, എന്താ? ആ, എന്നാ ഇത് പിടിച്ചേ. സ്വന്തം അമ്മ ഇവിടെ വീണ് കിടക്കുമ്പോ ഈ വീടിന്റെ താക്കോൽ കൂട്ട് എനിക്ക് തരാൻ കാണിച്ച മനസ്സ്. അയ്യോ തള്ളക്ക് ചുഴലി വന്ന് കിടക്കുക പോയി കൈ കൊണ്ട് കൊണ്ടാ. അയ്യോ 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 അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ പേക്കൂത്ത് കാണിച്ചിട്ടാണോ നിങ്ങളെ ആദ്യത്തെ ഭർത്താവ് പോയത്? അയ്യോ ചേട്ടന് പോസ്റ്റ് ഓഫീസിൽ എന്നെ പണി എന്നും രൂമക്കത്ത് വരുന്നേ. ഒരു ദിവസം പുള്ളി അങ്ങ് ഇറങ്ങിയാട്ട് പോയി. അല്ല ഈ ഊമക്കത്ത് എന്ന് പറഞ്ഞ അഡ്രസ് ഇല്ലാത്ത കത്തല്ലേ? ശ്രദ്ധിച്ചേക്കണം, ഊമക്കത്ത് എന്നില്ല ഞാൻ പറഞ്ഞു, ഊമ കത്ത് എഴുതായിരുന്നു എന്നാ പറഞ്ഞു. ഈ ഊമേന്റെ കൂടെ അങ്ങ് പോയി. ഇപ്പൊ 2 മക്കളും ഉണ്ട്. അച്ഛാ അമ്മേ ഇനി എന്റെ കല്യാണം എന്നാമേ നടത്തുന്നത്? എന്റെ പൊന്നു മോളെ, ഒരു പെങ്ങളെ കല്യാണം നടത്തേണ്ടത് ഒരു ആങ്ങളയുടെ ഉത്തരവാദിത്തമാണ്. ആങ്ങളെ നടത്തും എന്റെ കല്യാണം. അത് എനിക്ക് ആങ്ങളെ ഇല്ലല്ലോ. അവിടുന്ന് ഒന്നും അറിയാത്ത പോലെ ഞങ്ങളൊരു ആങ്ങളെനെ എങ്ങനെയെങ്കിലൊക്കെ നോക്കാം. എന്റെ പൊന്നു മോളെ, നീ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടല്ലേ. ഇപ്പൊ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഏട്ടനറിയോ എന്താ? നമുക്ക് ഇത് കഴിഞ്ഞിട്ടേ ഹണിമൂണിന് എവിടെ പോണം? ഒന്ന് വിട്ടേ. ഹണിമൂണിന് എവിടെ പോണം ഞാൻ പറയട്ടെ. എവിടെയാ പോണ്ടേ? ഓയോ അല്ല, ഓയോപ്പുറം വഴി നമുക്ക് ഊട്ടിക്ക് പോയാലോ? നമുക്ക് ആലോചിക്കാം കേട്ടോ. അയ്യോ 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 എന്താ 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 പുള്ളിക്കാരുടെ ഒരു കാല് നിറച്ച് കമ്പിയിട്ട് വെച്ചിരിക്കുക. ഇവിടെ എവിടുന്ന് ഈ കാന്തോ കൊണ്ട് വന്നത്? തരത്തില്ല ഞാൻ. ചേട്ടാ ഇപ്പൊ വരെ മനുഷ്യ സ്നേഹം കൊണ്ട് പറയുക, രക്ഷപ്പെടണമെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടോ, ഞാൻ വേണേ സഹായിക്കാം. ഒന്ന് പോടി വേണേ. ഈ കാണുന്ന സ്വത്തും ഭാഗ്യമൊക്കെ ആര് നോക്കി നടത്തുന്ന? ഇന്നോ നാളോ പറഞ്ഞു കിടക്കാണ് അത്. പിന്നെ ഇതിന്റെ മേലോട്ടോ കാര്യങ്ങളൊക്കെ എനിക്ക് നടത്തണ്ടേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞ് ബാക്കി നിങ്ങൾ വരുന്നിടത്ത് വെച്ച് അനുഭവിച്ചോ. കേട്ടോ, ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ. ഇതിരി എണ്ണ വെച്ചോ കാരിമിലോ. ഇത്തിരി എണ്ണ വെച്ചോ എനിക്ക്. ഒരു ചേട്ടന്റെ ഫോൺ അടിക്കണ്ടല്ലോ. മോളെ പോവല്ലടി. ഹലോ ഹലോ, എവിടാ നീ? ഞാൻ എന്റെ ഭാര്യ വീട്ടില്. മര്യാദക്ക് 6 മണിക്ക് മുമ്പേ ഈ വീട്ടിൽ കയറണം നീ. ഞാൻ വരുമൊന്നുമില്ല. റേഷൻ കാർഡിൽ നിന്ന് ഞാൻ പേര് വെട്ടുവേ. വെട്ടിക്കോ? അച്ഛനോട് ഞാൻ പറഞ്ഞു കൊടുക്കും. പറഞ്ഞോ? അപ്പൊ നീ വരില്ലല്ലേ? ഇല്ല. ഉറപ്പാണേ? ഉറപ്പാ. ഇന്ന് വൈകിട്ട് അമ്മ മാഗിയാ ഉണ്ടാക്കുന്നത്. എന്താ മാഗി? മാഗിയോ? വേഗം വാ. ശരിക്കും വേഗം വാടാ. ഞാൻ വരാം. ഞാനേ വീട്ടിൽ പോയിട്ട് വരെ. അല്ല എണ്ണ തേച്ചാ നിങ്ങൾ സ്വന്തമായിട്ട് എണ്ണ തേച്ചോ. മാഗിനെക്കാട്ടും വലുതല്ലേ വേറെ ഒന്നും. ഏട്ടാ കണ്ടോ കണ്ടോ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. വാ വാ എണ്ണ തേച്ചുതാ, എണ്ണ തേച്ചുതാ. വിളക്കുമായിട്ട് ചെന്നില്ലെങ്കിലേ അമ്മ ചീത്ത പറയും. ഏട്ടാ ഏട്ടാ പോലെ മോളെ, എന്താ അമ്മയുടെ പിന്നതയിൽ എന്തേടി? അമ്മയുടെ പിന്നതൈലത്തിന്റെ ഞാൻ വല്ലം വിളിച്ചു പറയുവേ. അല്ല ഗംഭീര സ്കിറ്റ്, ഒരു ഉഗ്രം കൈയടി. താങ്ക് യു. കണ്ണൂറുകാരുടെ വക സ്പെഷ്യൽ സപ്പോർട്ട് അവിടെ നിന്നുണ്ടായിരുന്നു. അതിനൊരു കൈയടി. ബിജുക്കുട്ടൻ ചേട്ടാ ഗംഭീരമായിരുന്നു കേട്ടോ. താങ്ക് യു. ഒരു രക്ഷയില്ലാത്ത സ്കിറ്റായിരുന്നു. ഗംഭീരം. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടുന്ന് പറഞ്ഞു നിങ്ങൾ ഇത്തിരി ടെൻഷനിലാണ് പോയത്. പക്ഷെ ഞങ്ങൾ പിടിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു പിടുത്തമൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. താങ്ക് യു. ഭയങ്കര രസമായിരുന്നു. ഇതിനകത്ത് തമാശ എവിടെ ഇല്ലാത്തതെന്ന് മാത്രം ആലോചിച്ചാൽ മതി. അങ്ങനെ പോലും സ്ഥലമില്ല. അത്രക്ക് മനോഹരമായിരുന്നു. സഞ്ജിത ഞാൻ കഴിഞ്ഞ സ്കിറ്റിൽ പറഞ്ഞിരുന്നു, സഞ്ജിത ഈ ഒരു ടീമിൽ വന്ന് പെട്ടത് വളരെ കരുത്ത് വെച്ചിട്ടുണ്ട് ഈ ടീമിന്. അതിൽ ഈ ടീമിനും നല്ല ഗുണമായിട്ടുണ്ട്. കാരണം സഞ്ജിതക്ക് ഭയങ്കര ഫ്രീക്വൻസിയാണ് ഈ സൗണ്ടിന്. എനിക്ക് തോന്നുന്നത് അതിൽ അങ്ങനെ സ്ത്രീയായിട്ട് വരുമ്പോൾ ഭയങ്കര ഫ്രീക്വൻസിയിലേ സംസാരിക്കുള്ളൂ. മാത്രമല്ല ഈ ടീമില് അതിൽ സ്ത്രീ ആയിട്ട് വരുമ്പോ ഒരു പ്രത്യേക ഐശ്വര്യമുണ്ട്. അല്ല ഞാൻ സാധാരണ കണ്ടുവരുന്നത് സ്ത്രീ കഥാപാത്രങ്ങളെ ചെയ്യുമ്പോൾ ആ ഒരു സ്ത്രൈണത നമ്മൾ പുറത്ത് ഇപ്പോൾ ജീൻസ് ഇട്ടാലും ഇതിട്ടാലും ഒക്കെ കാണുമായിരുന്നു. പക്ഷേ അതിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരണം പെണ്ണായി കഴിഞ്ഞാൽ കറക്റ്റ് പെണ്ണ്, ആണായി മറ്റേ നമ്മുടെ താടിയൊക്കെ വെച്ച് നല്ല ഒരു നായകന്റെ ലുക്കാ, ഒരു ഫ്രീക്കെന്ന സത്യം ഗുണം പറഞ്ഞല്ലോ. ഇത് പൊക്കി പറയണല്ല അതങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഈ സാരി ഉടുക്കുമ്പോ എങ്ങനെയാണ് ഈ സ്ത്രീ വന്ന് കൂടണത്? ആർട്ടിസ്റ്റ് അല്ല ഒന്ന് പറയണോ അത്? കാരണം ഞാൻ പറഞ്ഞല്ലോ സാരി ഉടുക്കുമ്പോ മാത്രം പ്രത്യേകിച്ച് വല്ലൊരു എനർജി കയറണ പോലെ തോന്നണല്ലോ. ഞാനിപ്പോ ചോദിച്ചതേ ഉള്ളൂ. എന്നോട് ചോദിച്ചതുള്ളൂ. അല്ലെങ്കിൽ പെങ്കൊച്ചാണെന്നാ ചോദിച്ചേ? ആണോ പെണ്ണാണോ ചോദിച്ചെന്നോട്? അതെ.
ഞാൻ അത്ര പറഞ്ഞ രസമായിരിക്കും. ആണാണത് പെൺവേഷം കിട്ടിയിരിക്കുന്നതാണ്. നല്ല രസമുണ്ട് മോനെ, അതൊക്കെ ഭയങ്കര ചേച്ചി. ബുദ്ധിമുട്ട്. അല്ല ഞാൻ ചോദിക്കണത് അത് പ്രത്യേകിച്ച് വല്ലൊരു ഇത് ഒരു പോസിറ്റീവ് എനർജി കയറുന്ന പോലെയൊക്കെ ഉണ്ടാ? അല്ല അതുലിന് ചിലപ്പോ ഈ വേഷം കിട്ടി കഴിയുമ്പോൾ ഒരു എന്താ പ്രത്യേക ഒരു എനർജി, കോൺഫിഡൻസ് കൂടുന്നതിന്റെയും ആവാം. ഒരു ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് ഫ്രീക്കൻ ചെറുക്കൻ അത്രേ ഉള്ളൂ. ലാസ്റ്റ് സ്കിറ്റിൽ നമ്മൾ കണ്ടല്ലേ, ഫീമെയിൽ വേഷം കിട്ടിക്കഴിഞ്ഞാലും വേറെ ആളാണ്, വേറെ ലെവലാണ്. സത്യം. അപ്പൊ ഞാൻ പറഞ്ഞത് മാത്രമല്ല, എനിക്ക് മാത്രമല്ല ഓഡിയൻസിനും അത് തോന്നിയിട്ടുണ്ടാവും. പിന്നെ സഞ്ജിതയുടെ കാര്യം പറഞ്ഞ സഞ്ജിത, നിങ്ങൾ വാട്ടിപ്പൊളിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ വെച്ചിട്ട് സഞ്ജിതയുടെ ഏറ്റവും കിട്ടില്ല പെർഫോമൻസ് ആയിരിക്കുള്ളത്. ഭയങ്കര ഒരു മോള് എങ്ങനെ ദേഷ്യപ്പെടാം, കാരണം ഈ അമ്മനോട് നമുക്ക് ഇങ്ങനെ അല്ലാണ്ട് പ്രതികരിക്കാൻ പറ്റില്ല. കറക്റ്റ് അമ്മയും മോളായിരുന്നു, കാരണം ഫിഗർ പോലും അല്ലേ നല്ല കറക്റ്റ് ആയിട്ടുള്ള. അതിനിടക്ക് എന്താ നടരാജന്റെ പെൻസിൽ എന്നൊക്കെ മിക്കവാറും എനിക്ക് തോന്നുന്നു അങ്ങനെ നടരാജന്റെ പെൻസിലിന് ഒരു റബ്ബർ ഉണ്ടാവുമല്ലോ ഇങ്ങനെ വട്ടത്തിലുള്ള അല്ല ഞാൻ ചോദിക്കട്ടെ, അത് കണ്ടിട്ടാണ് ഇങ്ങനെ ഈ ബനിയനിട്ടതും? ഓക്കെ, ആ വെറുതെ അല്ല, അത് ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. അവസാനം ഇവര് ഒരു ആഗ്രഹം പറഞ്ഞതാണ്, എന്റെ കല്യാണം ഞാൻ നടത്തും, നിന്റെ ആങ്ങളെ നടത്തും. അതൊരു ബ്രില്യന്റ് വൈബ് സാധനം വരുന്നത്. എനിക്ക് വേറൊന്നും പറയാനില്ല. ഓൾ ദ വെരി ബെസ്റ്റ്. ഫസ്റ്റ് സൂപ്പറോ സൂപ്പർ, നന്നായിരുന്നു, വളരെ രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് സത്യം ഞാൻ പെങ്കൊച്ചാണോന്ന് ചോദിച്ചു, ആ പറഞ്ഞു ഇല്ല ചേച്ചി എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് ഭയങ്കര ഈ പറഞ്ഞ പോലെ ആൺകുട്ടിയാകുമ്പോൾ ആൺകുട്ടിയായിട്ടും പെൺകുട്ടിയാകുമ്പോൾ അതൊക്കെ ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ് കേട്ടോ. അതൊക്കെ അങ്ങനെ കൊണ്ട് നടക്കുക. അതുപോലെ തന്നെ ചിരിച്ച് നമ്മൾ പറയില്ല ചത്തുപോയി. നിങ്ങളോട് ചിരിച്ച് ദേഷ്യം വന്ന അവസാനം എനിക്കിനി ചിരിക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ നല്ല രസമാണ്. അതുകൊണ്ട് മോളുടെ ക്യാരക്ടറും എന്നിട്ടും പോയും മാഗി തിന്നുന്ന ഒരു കൊച്ചു അല്ല റേഷൻ കാർഡിൽ നിന്ന് വെട്ടു എന്ന് പറഞ്ഞ അവനത് ഓക്കെയാണ്. അതുപോലെ ഇങ്ങനെ തൂക്കി എടുത്തപ്പോ സത്യത്തിൽ ഞാൻ പേടിച്ച് താഴെ വീഴുന്നു. ഞാനും പേടിച്ചു. എനിക്ക് തോന്നിയത് ഫേസിലെ ഒരു എക്സ്പ്രഷൻ, ഞാൻ വിചാരിച്ചു താഴെ പോകുന്നു. പക്ഷെ സൂപ്പർ, എനിക്ക് ഇനി പറയാൻ വാക്കുകളില്ല. അത്ര രസമായിട്ട് നിങ്ങൾ ചെയ്തു. ഇനി കൂടുതൽ ചെയ്യാനില്ല. അത്ര ഗ്രേറ്റ്, സൂപ്പർ. ചേച്ചി നമ്മളെ പോലെ തന്നെ എല്ലാം ആസ്വദിക്കും, ഭയങ്കരമായിട്ട് ആസ്വദിക്കും. ഗംഭീരം. താങ്ക് യു. ഇത് ഈ ടൈപ്പിലുള്ള അഭിപ്രായങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും സാധനം? അപ്പൊ അങ്ങനെ ചെയ്യാൻ അറിയാവുന്നവരാണ് നിങ്ങൾ. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സാധനം. രുചിക്കുട്ടൻ പറഞ്ഞ പോലെ സഞ്ജിതയുടെ ഇവിടെ ചെയ്തതിൽ ഞാൻ തുടക്കം തൊട്ട് അവസാനം വരെ വരുന്ന അന്ന് മുതൽ കാണുന്നതാണ് ഇവിടെ സഞ്ജിതയുടെ പെർഫോമൻസ്. അതിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് വെരി ഗുഡ് കേട്ടോ. സ്ക്രിപ്റ്റിലുപരി നിങ്ങളുടെ സ്പോട്ടിലുള്ള സാധനങ്ങളാണ് കൂടുതലും കിടന്ന് കളിച്ചിരിക്കുന്നത്. എല്ലാം കൊണ്ടും നിങ്ങളുടെ ആ ഒരു സങ്കടം മാറി ഒരു സന്തോഷത്തിന്റെ ദിവസത്തേക്ക് നിങ്ങൾ ഞങ്ങളെ കൊണ്ടുവന്നതിൽ ഒരുപാട് നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തും. പിന്നെ ഇതിന്റെ ഇടയിൽ എന്തോന്ന് പറഞ്ഞത്, അവിടെ ചെന്നപ്പം കാല് മുറിച്ച് അടുപ്പിൽ വെക്കുമെന്ന് പറഞ്ഞപ്പോ ആവശ്യമില്ലാന്നതിനും പാചകത്തിന് വിറക് കൊടുക്കുന്ന കരി കൊടുക്കുന്ന അതേപോലെ ആ അമ്മ ആ വിളക്കെറിഞ്ഞാണ് സ്വീകരിച്ചത്. ആ നമ്മൾ വിചാരിച്ചു ഇവിടെ വന്നപ്പം വിളക്കം കത്തിച്ചോണ്ട് കയറുന്നാ വിചാരിച്ചത്. പക്ഷെ അവിടെ നിറഞ്ഞത് ഗിഫ്റ്റ് ആയിട്ട് എടുത്തോണ്ടെങ്കിൽ മാഗി കഴിക്കാൻ ഓടിയപ്പോ അത് എടുത്തിട്ടാ അതാണ്. അല്ല അത്ര കുഞ്ഞ് ചെറുക്കനാണെങ്കിൽ ഇടയ്ക്കൊന്നും മനം മാറി. ഈ സാധനം 2 ദിവസത്തിനുള്ളിൽ കാഞ്ഞു പോകും, കണ്ട സ്വത്തുക്കളെല്ലാം നോക്കി നടത്തേണ്ട ഞാനല്ല എന്നൊരു ഒരു കൂർമ്മ ബുദ്ധിയും കൂടെ അവിടെ ഉദിച്ചായിരുന്നു. മാഗിക്ക് മുമ്പിൽ എന്ത് എല്ലാം തകർന്നു എന്നുള്ളതാണ്. അത്യാവശ്യം മാറി കൊടുക്കുക, ഇഷ്ടം പോലെ മാഗി വെച്ച് കഴിക്കട്ടെ. അതെ എന്തായാലും വെരി ഗുഡ് കേട്ടോ, നന്നായിരുന്നു. ഇങ്ങനെ ആകാവുള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബാക്കി കൊടുത്തിട്ട് സംസാരിക്കാം. എത്ര ഞാൻ കൊടുക്കാതെ ഞാനൊരു 25,000 രൂപ കൊടുക്കും. 25,000 അടിപൊളി. ഞാനൊരു 5,000 രൂപ കൂടെ കൂട്ടി 30,000 രൂപ. 55,000 രൂപ. അമ്മയമ്മേ, 55,000 രൂപ എന്ന് പറഞ്ഞാൽ 2 ചാക്ക് മാഗി വരും. ഞാൻ കൊടുക്കും, പക്ഷെ ഞാൻ പറയില്ല. ടോട്ടൽ തലകറങ്ങി വീഴുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞേക്കണം. അതെ, പിടിക്കാനാ. സഞ്ജിതയുടെ ഇവിടുത്തെ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്ന് എല്ലാ ജഡ്ജസും പറഞ്ഞതാണ്. സഞ്ജിതനെ കുറിച്ച് ആദ്യം തുടങ്ങാം നമുക്ക്. അതെ, പറ സഞ്ജിത. സത്യം പറഞ്ഞ ഞങ്ങൾ ഈ സ്കിറ്റിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. ഈ കണ്ടന്റ് കിട്ടിയത് തന്നെ ഇന്നലെ രാത്രിയില്ല. ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ തന്നെ ഞങ്ങൾ ഒരുപാട് ടൈം എടുത്തു. എന്താ പറയണ്ടേ, വാക്കുകൾ വരുന്നില്ല. സഞ്ജിതയുടെ വീട് എവിടെയാണ് ശരിക്കും? എന്റെ കൊല്ലം കരുനാഗപ്പള്ളി. സഞ്ജിത ഇതല്ലാതെ വേറെ എന്താ ചെയ്യണത്? ഞാൻ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു. ഞാൻ ലാബിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. നമ്മള് ഐറ്റം വേറെ തുടങ്ങിയിട്ട് 1.5 വർഷം വർഷം അല്ലേ?
ഇവിടുത്തെ ആദ്യത്തെ പഞ്ചടിച്ച ടീമിലുണ്ടായിരുന്ന ആളാണ് സഞ്ജിത. ആ അല്ല ആ യാത്ര ഒന്ന് കറങ്ങി ഒരു ഫുൾ സർക്കിൾ അടിച്ചപ്പം ദേ ഒരു പഞ്ചിൽ സഞ്ജിത ഉണ്ട്. അതും ഇവിടുത്തെ ഏറ്റവും മികച്ച പെർഫോമൻസ് തന്നുകൊണ്ടാണ് സഞ്ജിത ആ ഗോൾഡൻ പഞ്ച് അടിച്ചേക്കുന്നത്. സഞ്ജിതയ്ക്ക് ഒരു സ്പെഷ്യൽ കൈയടി. സഞ്ജിത വീട്ടിലെ ഹസ്ബൻഡ് ബാക്കിയും കാര്യങ്ങളൊക്കെ പറയും. ചേട്ടന്റെ പേര് സുബിൻ എന്നാണ്. സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്, റെസ്റ്റോറന്റിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു മോനുണ്ട്, ത്രിജൽ എന്നാണ് പേര്. ത്രിജൽ 4 വയസ്സുണ്ട്. അച്ഛൻ അമ്മ ഒക്കെ ഉണ്ട് വീട്ടിൽ. എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനും നാത്തൂനും കുഞ്ഞും ഉണ്ട്. സഞ്ജിത അച്ഛനും അമ്മയും എന്താ ചെയ്യണത്? അച്ഛൻ വള്ളത്തിൽ കയറുകയാണ് ചെയ്യുന്നത്, ഫിഷർമാൻ ആണ്. അമ്മ വീട്ടിൽ തന്നെയാണ്, തൊഴിലുറപ്പിനൊക്കെ പോവാറുണ്ട്. നമുക്കൊരു ആർട്ടിസ്റ്റിനെ കണ്ടാലും ആർട്ടിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ നിന്നാലും മതി. അവർ എന്താ ചെയ്യണമെന്നുള്ളത് നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. അവർക്ക് നല്ല സ്കിറ്റ് കിട്ടുമ്പോൾ അവരുടെ കഴിവ് അതിനകത്ത് തെളിയിക്കും. ഇപ്പൊ അതാണ് സഞ്ജിത ചെയ്താക്കണത്. അതുലിന്റെ വീട്ടില് ആരൊക്കെയാണ്? എൻ്റെ വീട്ടില് അമ്മ, ചേച്ചി മാരീഡ് ആണ്, അച്ഛൻ മരിച്ചാണ്. ഞാൻ ചേച്ചി മാരീഡ്, ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. മാരീഡ് ആണോ അതുല്? ഞാൻ മാരീഡ് അല്ല, ചേച്ചി മാരീഡ്. എന്താ പഠിക്കുക അതോ? ഞാൻ പഠിത്തം കഴിഞ്ഞു. ഇപ്പൊ ഞാൻ IIT-യിൽ പ്രൊജക്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ അവിടെ വിടുന്ന കേസ് പറഞ്ഞായിരുന്നല്ലോ. വിട്ടു. അതുല് പിന്നെ എപ്പോഴൊക്കെ സ്ത്രീവേഷം ചെയ്തിട്ടുണ്ടോ അതൊക്കെ പഞ്ചാണ്. അതെല്ലാം പഞ്ചാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. പറ, സന്തോഷം പറ. എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഇന്നലെ രാത്രി ഞങ്ങൾ വർക്ക് ചെയ്തു. ഇന്നലെ രാവിലെ ആയാലും ഞങ്ങൾ രാജ് സാറിന് കാണിച്ചു കൊടുത്തപ്പോൾ രാജ് സാറ് ഇതിനകത്ത് അതായത് വൾഗറായി തോന്നേണ്ട പല കാര്യങ്ങളുണ്ടായിരുന്നു. അത് പുള്ളി മാറ്റി പറഞ്ഞു. അതുകൊണ്ടാണ് ഇതൊന്ന് ഒന്ന് ഒതുങ്ങിയത്. വളരെ നല്ല ക്ലിയർ ആയിരുന്നു. അതെ. ഒരു പ്രഷർ പോയി ഒന്നും മിണ്ടാതിരിക്കോ. ഭയങ്കര സന്തോഷം. ഇപ്പൊ സഞ്ജയ് ചേച്ചി പറഞ്ഞ പോലെ തന്നെ രാത്രിയാണ് സ്കിറ്റ് സെറ്റ് ആയത്. 12 മണി വരെ ഇരുന്നു. അപ്പോഴും ഞങ്ങൾ കഴിഞ്ഞ സ്കിറ്റൊക്കെ കഴിഞ്ഞ് വന്നതിന് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിൽ പോലും ഞങ്ങളെ അടുത്തത് ഇതിനെക്കാട്ടും വലുതാക്കണം, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി എല്ലാവരും ചിരിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ദൈവത്തിനോട് നന്ദി പറയുന്നു, അർജുൻ സാറിനോട് നന്ദി പറയുന്നു, ഗ്രൂമേഴ്സ് എല്ലാവരും ഓഡിയൻസിന് പ്രത്യേകിച്ച് സപ്പോർട്ടായിരുന്നു. ഓഡിയൻസ് ഇത് നല്ല മാർക്ക് കൊടുത്തില്ലേ ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്നൊക്കെ. ഞാൻ അപ്പത്തെ നേരത്തെ പറഞ്ഞു നന്നായി അപ്പത്തന്നെ ഇറക്കാമെന്ന് പറയുമായിരുന്നു. അക്ഷയുടെ വീട്ടിലെ കാര്യം പറഞ്ഞില്ലേ? വീട്ടിലാരൊക്കെ? എൻ്റെ വീട്ടില് അമ്മ, അച്ഛൻ, അനിയത്തി. അമ്മ ഹൗസ് വൈഫാണ്. അച്ഛൻ എക്സ് സർവീസ് മാൻ ആയിരുന്നു. ഇപ്പോൾ മറ്റേ കാലിക്കറ്റ് എയർപോർട്ടിൽ വർക്ക് ചെയ്യാണ്. പിന്നെ അനിയത്തി ഇവിടെ വന്നിട്ടുണ്ട്, 2 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അവളിപ്പം പഠിക്കുകയാണ്, ജർമ്മൻ പഠിക്കുകയാണ്, കണ്ണൂര്. അക്ഷയ് നേഴ്സല്ലേ? ഞാൻ നേഴ്സാ. അക്ഷയും അതുലും എന്തോ ഗൾഫിലേക്ക് കയറി ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ ശരിയാണോ? ഇനി പോണോ? ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടൊക്കെ പോയാ പോരെ? അല്ല, അങ്ങനെ ഒരു ശ്രുതി കേട്ടിരുന്നത് നേരാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ പോകണ്ട, ജോലിക്ക് പോകണ്ട. നന്നായിട്ട് അധ്വാനിച്ചാൽ ഒരു ദിവസം 1 ലക്ഷം കിട്ടുന്ന പരിപാടി വേറെ എവിടെയുണ്ട്? എനിക്ക് തോന്നുന്നില്ല. അല്ല, ഒന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പറയാൻ പറ്റുമോ? ഇത് കണ്ടിട്ട് ബാക്കിലേക്ക് കണ്ടിട്ട് പറയാൻ പറ്റുമോ? അത് നോക്കിട്ട് പറ. എന്ത് രസം. അല്ല, ഇപ്പൊ എന്ത് ജോലിയാണ് അത് കൺഫേം ആയത്? അവനാണ്. ഞാന് പോവാണ്, മാൾട്ടയിലേക്കാണ് പോകുന്നത്. നേഴ്സായിട്ടാണ് പോകുന്നത്. നല്ല കാര്യം. അപ്പൊ അതിന്റെ സേവന ശുശ്രൂഷ രംഗം. വെരി ഗുഡ്, വെരി ഗുഡ്. എന്നാലും ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇനിയിപ്പോ അവിടെയും പ്രോഗ്രാം ഉണ്ടെങ്കിൽ എനിക്ക് പറയാലോ, ഫ്ലവേഴ്സിലെ ഇത് ഐറ്റം വേറെ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് ഒക്കെ എനിക്ക് ധൈര്യപൂർവ്വം അഭിമാനത്തോടെ പറയാലോ. പൈസ കുറവിനും ബിജുക്കുട്ടൻ ചേട്ടനും മറ്റേ നസീർക്കൊക്കെ അവിടെ വന്ന് പരിപാടി അവതരിപ്പിക്കും അല്ലേ? ഞാൻ പറയാം. മാൾട്ടല്ലേ മാട്ടപരിപാടിക്ക് 2 പേരുണ്ട്. അതിന് നീ ആയിരിക്കും ആങ്കർ ചെയ്യുന്ന കേട്ടോ. കുഴപ്പമില്ല, നിങ്ങളുടെ കൂടെ വരെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. 3 പേര് അത്രേ ഉള്ളൂ. അപ്പം ഒക്കിന് കഴിഞ്ഞു കൊടുത്തവർക്കൊന്നും. അപ്പം ഈ പവറിൽ പോട്ടെ, അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതൽ എമൗണ്ട് വാങ്ങട്ടെ. എനിക്ക് വയ്യ, 2 ബാഗ് എടുക്കട്ടെ. അപ്പൊ താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് അല്ല, ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ചേച്ചി ചേർത്തലയിൽ നിന്ന് വന്നിട്ടുണ്ട്. 20 വർഷമായി സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്ന ചേച്ചിയാണ്. ആരാണ്, പേരെന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഒരു പ്രൊഫൈൽ വീഡിയോ ഉണ്ട്, അത് കാണാം. ഓക്കെ. ഭൂമി
ചേച്ചിയെ കാണാം, പരിചയപ്പെടാം, പാട്ട് കേൾക്കാം. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ഐറ്റം ഏറയിലേക്ക് ലെറ്റ്സ് വെൽക്കം ശ്രീലത ചേച്ചി ഫ്രം ചേർത്തല. ചേച്ചി ഒരുപാട് സ്നേഹം, നമ്മുടെ കുടുംബത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒത്തിരി സന്തോഷം. ഈ ഫ്ലോറിൽ വരാനായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പല പല കാരണങ്ങൾ കൊണ്ട് ഞാൻ ശ്രമിച്ചു നോക്കി, പക്ഷെ നടന്നില്ല. അപ്പോൾ ഓരോ പ്രോഗ്രാമുകൾക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ ഒരു ഫ്ലോർ കാണുമ്പോൾ ഒരുപാട് കൊതിയാണ് ഇവിടെ വരണമെന്ന്. ബാക്കി മിക്ക ചാനലുകളിലും ഞാൻ പോയിട്ടുണ്ട്, ഇവിടെ മാത്രം എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഭയങ്കര സങ്കടമായിരുന്നു. ഇന്ന് ആ സങ്കടം തീർന്നു കിട്ടി. അതാണ് പറയുന്നത്, ഓരോന്നിനും ഓരോ സമയമുണ്ട്. അതൊന്നുമല്ല ഞാൻ വന്നോണ്ടാ. അതെ, ഇത്രയും അല്ല, ഇവിടെ വേറൊരു കാര്യമാണ്, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അംബിക മാം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് ആദ്യമേ മറ്റേ ആ പാട്ട് കൊടുത്താൽ മതിയായിരുന്നു തോന്നിയത്. അല്ല, ഇപ്പോഴും അത് കണ്ടിട്ട് തന്നെ നല്ല അഭിപ്രായം പറഞ്ഞു. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പൊ ഞാൻ മാം അഭിനയിച്ച പാട്ടിന്റെ സീനാണത്. അത് ഒരു മൈൽ പീലി. പക്ഷെ ആ പാട്ട് കണ്ടപ്പോ ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്ത് പിന്നെ പെട്ടെന്ന് എനിക്ക് പി ലീലാമ്മയെ കാണുന്ന പോലെ തോന്നി. ഒരു ഫീച്ചേഴ്സ് അതുണ്ട്. എല്ലാരും പറയും, ചിലത് പറയും പി ലീലാമ്മയെ പോലെ കബീർ പൊന്നമ്മ മാമ. അല്ല, പി ലീലാമ്മയെ പോലെ ആയിരിക്കുന്നത്. ഒരു തീരുമാനത്തിലെത്താവോ? ഫിക്സ് ചെയ്തു. അല്ല ചേച്ചി, എന്തായാലും ഇപ്പൊ അത് പറഞ്ഞല്ല, ആ പാട്ട് എന്തായാലും ഇവിടെ പാടണം. അതെ, പിന്നെന്താ പാട്ട്? കുറെ നാൾ ആഗ്രഹിച്ച് ഇരുന്ന് വന്ന് എത്തിയ ഫ്ലോറാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചേച്ചി പാട്ട് പാടുന്നത് മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഫ്ലോറിൽ വന്നപ്പോൾ മുതൽ ലൈഫ് മാറാൻ പോവാണ്. മാറണം, അങ്ങനെ അങ്ങനെ ഐശ്വര്യമുള്ള ഒരു ഫ്ലോറാണിത്. അല്ല, ഇനിയാണ് വൈറലാവാൻ പോണത്. ഇവിടെ അവസാനം വന്ന് ഇവിടെ വരണം, എന്നാലേ വൈറലാവുള്ളൂ. ഇപ്പൊ എത്തി. ഇനിയിപ്പോ ഞങ്ങളേറ്റ് അവരായി അവരുടെ പാടായി അല്ല ജീവ. അതെ അതെ അതെ. ഞാൻ ഇവിടെ ഇന്ന് വന്നപ്പോ എനിക്ക് ഭയങ്കര രാവിലെ കോൾ വന്നപ്പോ തന്നെ ഭയങ്കര സന്തോഷമായി. ഈ ഒരു ഫ്ലോറിലേക്കാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമായി. അപ്പൊ ആ സന്തോഷത്തിൽ ആദ്യത്തെ പാട്ടം കേട്ടേക്കാം. ഇനിയിപ്പോ കൊറേ കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഇരിക്കാൻ സമയം. അങ്ങനെ പറയട്ടെ. മാമിന്റെ പറഞ്ഞ പൊന്നായിരിക്കട്ടെ ആ വാക്ക്. ഇനിയിപ്പോ എനിക്ക് എനിക്ക് ഇരിക്കാൻ സമയമില്ല എന്ന് പറയണം. നമുക്ക് പറയാം, നമ്മൾ വളർത്തിവിട്ട കുട്ടിയാണ്. അപ്പൊ ഒരു നല്ല കൈഡി ആദ്യത്തെ പാട്ട്.
വണ്ടർഫുൾ. നല്ലൊരു കൈയടി. എപ്പടി ജീവ, ഓ ഈ പാട്ടിന്റെ തമിഴ് ആ എന്റെ ഫിലിമാ. ഓ അതെ, അതാ ഞാൻ പാടിക്കൊണ്ടിരുന്ന സമയത്ത് അമ്പുജാമ്മ ഇങ്ങനെ ഓർമ്മകളിലൂടെ ഇങ്ങനെ ഒന്ന് കേറി ഇറങ്ങി. അല്ല, എന്നെ കാണിച്ചു തന്നത് പാടി അഴൈത്തേൻ എന്നാണ് ആ ലൈൻ. പാടി അഴയത്തേ. പാടി മലയാളത്തിൽ സുമലതാമ്മ പാടിയത് രസികൻ ഒരു രസികൈ എന്നുള്ള അതെ, പാട്ട്. അതെ, അതെ. സൂപ്പർ ഹിറ്റുകളായിരുന്നു എല്ലാ പാട്ടും. രവീന്ദ്ര മാഷ് എല്ലാ പാട്ടുകളും. അതിന്റെ മലയാളം സൂപ്പർ ഹിറ്റ് അത് തന്നെ. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു എല്ലാം നിമിത്തമായിരിക്കും എന്ന്. വേറെ കേസുണ്ട്. ഇപ്പൊ 4 പാട്ടും ചേച്ചിനെ തൊടാതെ പോകാൻ പറ്റൂല. അങ്ങനെ പ്ലാൻ ചെയ്ത് വന്ന പോലെ ഉണ്ടല്ലേ? പ്ലാൻ ചെയ്തു. ആ ഞാൻ വന്നപ്പോ പെട്ടെന്ന് ഓർത്തേ ആദ്യമേ ഈ പാട്ട് വന്നില്ല. ആദ്യമേ എന്റെ മനസ്സിൽ നീ നിറയോ ജീവനിൽ പുളകമായി മറ്റേ പ്രേമഗീതങ്ങൾ അത് ഓർത്ത് അപ്പൊ ഓർത്ത് വേണ്ട, ഇതാണ് ഒന്നുകൂടെ നല്ലത് മറ്റേ പാട്ട്. കണ്ട. ഇതല്ല പ്രൊഫഷണൽ ഇതാണോ പാട്ടാണോ അതല്ലാതെ വേറെ എന്തെങ്കിലും ജോലി? പ്രൊഫഷൻ ഇതാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് 1.5 വയസ്സിൽ പോളിയോ വന്നതാണ്. 8ാം മാസം നടക്കാൻ തുടങ്ങിയ ആളാണ് ഞാൻ. 1.5 വയസ്സ് വരെ ഓടി നടന്ന ഒരാളാണ്. 1.5 വയസ്സിൽ ഒരു ദിവസം അമ്മ ഇങ്ങനെ എടുത്ത് നിർത്തിയിട്ട് നിൽക്കുന്നില്ല, കാലിങ്ങൾ തളർന്നു കിടക്കുന്നു. അപ്പൊ വൈദ്യനെ കാണിച്ചപ്പോൾ വൈദ്യന്മാര് പറഞ്ഞു തളർവാദം വന്നതാണെന്ന് പറഞ്ഞു. അപ്പം അലോപ്പതി എന്നാണ് പറഞ്ഞത്, പോളിയോ തുള്ളിമരുന്ന് തരാഞ്ഞിട്ട് വന്ന അസുഖമാണെന്നുള്ളത്. പക്ഷെ അന്ന് കൊണ്ടുപോയി ചികിത്സിച്ചിരുന്നെങ്കിൽ ഞാൻ എല്ലാവരെയും പോലെ ഞാനും നടന്നേനെ. പക്ഷേ തലയിൽ എഴുതിയിരിക്കുന്ന അനുഭവിക്കാതെ പറ്റില്ലല്ലോ. അച്ഛൻ ഈ അസുഖം വന്നപ്പോൾ അച്ഛൻ ഉപേക്ഷിച്ചു പോയി. ഈ അസുഖം വന്നു കഴിഞ്ഞപ്പം ചികിത്സിക്കാൻ പണമില്ല എന്നും പറഞ്ഞ് പണം തിരക്കിയിട്ട് പോയതാ. പിന്നെ ആളെ കണ്ടിട്ടില്ല. മരിച്ചു എന്ന് കുറേ നാളുകൾക്ക് ശേഷം അറിഞ്ഞു. എൻ്റെ അനിയത്തിക്ക് 6 മാസവും എനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ അച്ഛൻ പോകുന്നത്. അനിയത്തിക്ക് 3.5 വയസ്സായപ്പോഴത്തേക്ക് ഫിക്സ് വരുമായിരുന്നു, ചുഴലിയുടെ അസുഖം വരുമായിരുന്നു. 2 അസുഖക്കാരികളായ കുഞ്ഞുങ്ങളാണ് അമ്മ വളർത്തിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനത്തിലാണ്. ഇങ്ങനെ ഞങ്ങളെ ഉള്ളപ്പോൾ നിന്ന് പഠിക്കുന്നൊരു സ്ഥാപനത്തിലാണ്. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് നമുക്കൊരു തൊഴിലില്ലാത്ത വിഷമിച്ച് നിൽക്കും. പാട്ട് കുഞ്ഞിലേ മുതൽ ഇഷ്ടമാണ്. എവിടെയെങ്കിലും പാട്ട് കേട്ടാൽ വീട്ടിൽ ആരെക്കൊണ്ടും മിണ്ടിക്കത്തില്ല, അത് കേൾക്കാതെ സമ്മതിക്കത്തില്ല. വീട്ടിൽ റേഡിയോ ഇല്ല, അപ്പുറത്തെ വീട്ടിലെ റേഡിയോയ്ക്കകത്ത് രാത്രി രഞ്ജിനി 10 മണിക്ക് കേൾക്കാൻ വേണ്ടി രാത്രി എഴുതി പുറത്തിറങ്ങി അമ്മേനെയും കൂടി വിളിച്ചിരുത്തി ഇറങ്ങി കേട്ടിട്ട് ഞാൻ അകത്ത് കയറി പോകുമായിരുന്നു. അമ്മ ചീത്ത പറയുമായിരുന്നു, മനുഷ്യൻ ഉറക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അന്നും അതെ ഇന്നും അതെ. ഞാൻ വീട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആഗ്രഹം, എൻ്റെ മരണാനന്തര ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കർമ്മങ്ങളൊന്നും ചെയ്യണ്ട, എത്ര ദിവസം ആ കർമ്മം ആചരിക്കുന്ന അത്ര ദിവസം എനിക്കിഷ്ടമുള്ള പാട്ട് വെച്ചാൽ മതി. അത്ര ഇഷ്ടമാണ് എനിക്ക്. സംഗീതമില്ല ഞാൻ മരിച്ചു പോകും. എനിക്ക് അത്ര ഇഷ്ടമാണ് പാട്ടെന്ന് പറഞ്ഞാൽ. പ്രൊഫഷൻ ഈ പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ കൊറോണയ്ക്ക് ശേഷം പ്രോഗ്രാം ഇല്ലാതെയായി. എനിക്ക് ജീവിതം വഴിമുട്ടി എന്ന് വേണം പറയാം. കാരണം പ്രോഗ്രാം തന്നെ ഇപ്പം ഇല്ല. ഒന്നൊരു 10 മണി സമയം എന്നുള്ളത് വന്ന കാരണം ഭയങ്കര ഒരു വിഷയമാണത്. കലാകാരന്മാർക്ക് ഭയങ്കര ഒരു അടിയാണത്. അല്ല ഇനി കുഴപ്പമില്ല, ഇത് കഴിയുമ്പോൾ അങ്ങോട്ട് വന്ന് തുടങ്ങും. അപ്പം അത് കാരണം നമുക്ക് പ്രോഗ്രാമാണ് വരുമാനം. ഇപ്പം ഇന്ന് അമ്മയുടെ ചുമതല എൻ്റെ ചുമതല. അനിയത്തിയുടെ മോളുടെ കൂടെ അവൾ മൂന്നാറാണ്, അവർക്ക് ജോലി ഉണ്ട്, അവൾക്ക് കുഞ്ഞിനുള്ളതാണ്, അവരെ നോക്കാൻ വേണ്ടി പോയി. അപ്പം എൻ്റെ ഇതിലാണ് എനിക്ക് എൻ്റെ ഇതിലേക്ക് വന്നു, വീട്ടിലെ ഭാരം മുഴുവൻ എൻ്റെ ഇതിലേക്ക് വന്നു. അപ്പം നമുക്കൊരു വരുമാന മാർഗ്ഗം ഇല്ല, ജോലിയില്ല. ഒരു ലോട്ടറി കടയൊക്കെ നടത്തി കുറേ കാശും കളഞ്ഞു. ഞാൻ അറിയാത്ത ജോലി ചെയ്ത് കുറേ കാശും കളഞ്ഞ്. കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ ഇപ്പം ചേച്ചിയുടെ ചേർത്തലയിലെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും അമ്മയും. പിന്നെ മൂത്ത ചേച്ചിയുടെ മോളെ കെട്ടിരിക്കുന്നത് ചേർത്തല ടൗണിലാണ്. അവളാണ് ഇപ്പൊ വീട്ടിൽ വന്ന് നമുക്കൊരു ഹെൽപ്പ് ആയിട്ട് അവളുടെ മോളെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, എന്റെ കൂടെ വന്നിരിക്കുന്നത്. പ്രോപ്പർ ചേർത്തല എവിടെ ചേച്ചി വീട്? ചേർത്തല നമ്മൾ അർത്തങ്കിലേക്ക് പോകുന്ന റൂട്ടിൽ മാടക്കൽ എന്ന് പറയും. ഇത് കഴിയിട്ട് ചേച്ചി ഒരുപാട് പ്രോഗ്രാംസ് വരും. ലൈഫ് ഇവിടുന്ന് കംപ്ലീറ്റ്ലി മാറും. എന്തായാലും മാറാൻ പ്രതീക്ഷ. കാരണം ഇവിടെ വന്നത് കൊണ്ട്, ഈ ഒരു ഫ്ലോറിൽ വന്നതുകൊണ്ട്. കാരണം ഇവിടെ വന്ന ഒരുപാട് പേര്, അങ്ങനെ ഒത്തിരി പേര് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് എനിക്കറിയാതെ. ഫ്ലവേഴ്സിലൊന്ന് കാലുകുത്താൻ വേണ്ടി ഒത്തിരി നാളായിട്ട് കൊതിക്കുന്ന ആളാണ് ഞാൻ. ശരി, അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ പാട്ടിലേക്ക്. ഓക്കെ.
താങ്ക് യു. കിടുക്കൻ. ഞാൻ സ്കൂളിലും സ്റ്റേജിലൊക്കെ പാടുന്ന പാട്ടായിരുന്നു മാനത്തെ. ഈ പാട്ടില് ഭാരത് ചേച്ചി നസീർ സാറും എന്റെ ഈശ്വര എന്താ ഗ്ലാമർ. ഉദയയുടെ ഭാരതി സോ ചേച്ചി. ഞങ്ങള് ഈ സിനിമ കണ്ടിട്ട് 5 ദിവസമേ ആയുള്ളൂ. അത് ശരി. തിരുവോണത്തിന്റെ നീ സിനിമ കണ്ടു, ഞാൻ എന്റെ അനിയത്തിയും കൂടെ ഇരുന്നിട്ട്. അപ്പൊ പെട്ടെന്ന് ഈ പാട്ടൊക്കെ കേട്ടപ്പോ എന്തോ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. അതും ചേച്ചിയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാട്ട്. ഒരു പാട്ട്. അപ്പൊ അതിന് അഭിപ്രായം ചേച്ചി തന്നെ പറയട്ടെ. അതെ, സൂപ്പർ. ലവ് യു. താങ്ക് യു. അത്ര നന്നായിരുന്നു. ചേച്ചി സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. ചെറുതിലെ മുതലേ ഇല്ല, എനിക്ക് ചെറുതിലൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് വയ്യാത്തത് കാരണം പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റാത്ത തൃപ്പൂണിത്തുള്ളൊന്നും പോയി പഠിക്കാൻ പറ്റിയില്ല. നമ്മളെ നാട്ടിലുള്ള ഗുരുവിന്റെ അടുത്ത് 2 ഗുരുക്കന്മാര് പഠിപ്പിച്ചു തന്നെ. അപ്പോഴേ നമുക്ക് 2 പാട്ട് നമ്മൾ കേട്ടു. നേരത്തെ ഇവിടെ വന്നപ്പോ ഒരു പാട്ട് അമ്പയ്ക്ക് പ്രോമിസ് ചെയ്തില്ലായിരുന്നോ പാടിക്കൊടുക്കാം? അത് അതങ്ങോട്ട് പാടിക്കൊടുക്കാം. അതെ, കണ്ട റിസീവ് ചെയ്യാനിരിക്കും നോക്ക്. എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിരിക്കും നോക്ക്. ഒരു നീല കടമ്പായി ഞാൻ പൂച്ചൊരിയും നിൻ പ്രേമകാളിന്റെ പുളിനങ്ങളിൽ എന്നും ഒരു നീല കടമ്പായി ഞാൻ പൂച്ചൊരിയും നിൻ തിരുമാറിലെ ശ്രീവത്സമാകുവാൻ നിന്നിലലിഞ്ഞു ചേരാൻ എന്തു ദാഹം ദേവാ ദേവാ. പോകുന്നത് എന്തോ വന്നു എന്തോ. അടിപൊളി അടിപൊളി. ട്രാക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇല്ലാതെ എന്ത് രസമായിട്ട് പാടി. ട്രാക്കും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ഗംഭീരമാണ് ഇപ്പൊ. ട്രാക്ക് ഉണ്ട്. ഇത് മനസ്സിൽ ഇങ്ങനെ കറക്റ്റ് അതാ ചോദിച്ച ആൾക്ക് വേണ്ടിയിട്ട് പാടിക്കൊടുക്കുന്നത് ആ സ്നേഹം. ഒരുമയിൽ പേലിയായി ഞാൻ ജനിക്കുമെങ്കിൽ നിന്റെ തിരുമുടിക്കുടന്നയിൽ തപസ്സിരിക്കും. ഒരുമയിൽ പേലിയായി ഞാൻ ജനിക്കുമെങ്കിൽ നിന്റെ തിരുമുടിക്കുടന്നയിൽ തപസ്സിരിക്കും. ഒരു മുളം തണ്ടായി ഞാൻ പിറക്കുമെങ്കിൽ നിന്റെ ചൊടിമലരുതളിൽ വീണലിഞ്ഞു പാടും അലിഞ്ഞു പാടും. അലിഞ്ഞ് അല്ലേ? ലത പാടി ഞാനിപ്പോ അഭിനയിച്ചു. അല്ല, ശരിക്കും ഇപ്പൊ അലിഞ്ഞ് പാടിയേട്ടാ അല്ലേ? നല്ല കൈഡി. നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. അതുപോലെ ഈ പാട്ടിലാണ് ആദ്യമായിട്ട് ഹീറോയിൻ പാടിയിട്ട് ഹീറോ കൂവിയത് അല്ലേ? അതെ അതെ അതെ, കോളേജിൽ. അതെ, ഒരു ട്രെൻഡ് ആക്കിയത്. പിന്നെ തുടങ്ങിയ കൂവലാണ്. അല്ല ലതാ, ഇതില് കൂടുതൽ എന്ത് വേണം? ഒന്നും വേണം. ചേച്ചി ഹാപ്പി. ഒരുപാട് ഹാപ്പി, ഒത്തിരി ഹാപ്പിയാണ്. അല്ലേ? സന്തോഷമായില്ലേ? അതാണ് പണ്ട് പറഞ്ഞേക്കുന്നത്. എല്ലാത്തിനും അതിന്റെ സമയമുണ്ടല്ലേ? ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ലത ആദ്യം പാടിയ പാട്ട് മറ്റേ പാടി അഴത്തേൻ, അത് തമിഴ്. എന്റെ പാട്ട് ഞാൻ അഭിനയിച്ച. അതാണ് പറഞ്ഞത്. അതൊക്കെ അങ്ങ് ലിങ്കായി വന്നു അല്ലേ? തിരുവോണത്തിന് കണ്ട സിനിമയിലെ പാട്ട് പിന്നെ തിരുവോണം 5 ദിവസമേ ഉള്ള ആ പടം കണ്ടിട്ട് ഞാൻ എൻ്റെ അനിയത്തിയും കൂടെ. അപ്പൊ ഞങ്ങൾ പറയായിരുന്നു ആ മാനത്തെ മഴമുകിൽ വന്നപ്പോ എൻ്റെ അനിയത്തി മല്ലിക പറഞ്ഞു, ഇത് ചേച്ചി സ്റ്റേജിൽ പാടിയിട്ടുണ്ടോ? ഉണ്ട്. ഭാരതി ചേച്ചി എന്ത് ഭംഗിയാന്നൊക്കെ പറഞ്ഞ് നസീർ സാറിനെ കുറിച്ചൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് ആ പാട്ട് എവിടെ പാടും. അല്ല, ഇതൊക്കെ ഒരു നിമിത്തമാണ്. ആണ്. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ എനിക്ക് ഫോട്ടോ എടുക്കണം. ഒരു കാര്യം ഇപ്പൊ തന്നെ എടുത്താക്കല്ലേ? ഫോട്ടോ എടുക്കുമ്പോ ഒരു കാര്യം കൂടി ഉണ്ട്, എന്താ മോളെ കൂടി നിർത്തണം എന്റെ. തീർച്ചയായും അനുശ്വര്യം ഒരു നല്ല ഗൈഡ് കൊടുത്ത് 3 പേർക്കും. അനശ്വര എന്താ ചെയ്യുന്നേ? ഞാൻ പഠിക്കുവാ. ഞാൻ DC കഴിഞ്ഞ് നിൽക്കുക. പാട്ടൊക്കെ പാടി തരാറുണ്ടോ? പിന്നെ ആണോ? ചോദിക്കാ, പാട്ട് കേൾക്കുക അല്ലേ? പാടുവോ? ചെറുതായിട്ടൊക്കെ പാടും. രണ്ട് പാടാൻ പറ്റുമെങ്കിൽ പാടുക. ഞാൻ ജഡ്ജ് ചെയ്യാൻ നോക്കട്ടെ. അനുരാഗമൂലും കിനാവിൽ കിളി പാടുന്നതപരാധമായോ, ഇരുളിൽ വിതുമ്പുന്ന പൂവേ നീ വിടരുന്നതപരാധമായോ, ഈ മണ്ണ്
വെറുതെ ഒതുങ്ങുമ്പോഴും. ഇത് ചെറുതായിട്ടല്ലോ, ഇത് അത്യാവശ്യം വലുതായിട്ട് തന്നെ പാടുന്നുണ്ടല്ലോ. അനശ്വരിക്ക് ഒരു നല്ല കൈയടി കൊടുത്താട്ടെ. ഞങ്ങൾക്ക് എന്തായാലും ഒത്തിരി സന്തോഷം ചേച്ചി. ചേച്ചിയെ കാണാനും പരിചയപ്പെടാനും പാട്ട് കേൾക്കാനും ഒക്കെ പറ്റിയതിൽ ചേച്ചിയുടെ സ്വപ്നങ്ങൾ ഞങ്ങൾ അറിഞ്ഞു. ആ സ്വപ്നത്തിന്റെ യാത്ര ഇവിടുന്ന് തുടങ്ങാൻ സാധിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അതെ, സത്യം. ഈ ഫ്ലോറിൽ നിന്ന് ചേച്ചി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലൈഫ് മാറട്ടെ. അങ്ങനെ ആവട്ടെ. ചേച്ചി ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും ചേച്ചിയിലേക്ക് വന്നു ചേരട്ടെ. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. ഇനി വേണ്ടത് ഫോട്ടോ അല്ലേ? എവിടെ ഫോൺ? എവിടെ? എല്ലാരും ഇവിടെ നോക്ക്. റെഡി? ഐറ്റം വേറെ കിട്ടിക്കോട്ടെ. ചേച്ചി ഒത്തിരി സന്തോഷം കേട്ടോ. ഒത്തിരി സന്തോഷം. അപ്പോ നമ്മുടെ എല്ലാവരോടും നന്ദിയുണ്ട്. നിങ്ങളുടെ എല്ലാ ജഡ്ജസിനോടും മറ്റേ ഇവിടെ ഇരിക്കുന്ന ടെക്നീഷ്യന്മാരോടും ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന എല്ലാവരോടും നന്ദിയുണ്ട്. തീർച്ചയായിട്ടും. അപ്പം ചേച്ചിക്ക് ഒരു നല്ല കൈഡി കേട്ടോ. താങ്ക് യു കേട്ടോ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത സ്കിറ്റുമായിട്ട്, അടുത്ത ചിരിയായിട്ട്, അടുത്ത പാട്ടായിട്ട് പോയിട്ട് വരും നമ്മൾ അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.